നമസ്കാരം. ഡി ഫോർമൻ ഫിലിം ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ അനശ്വരനായ ജയനെക്കുറിച്ചുള്ള ജയൻ സ്മരണ എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജയൻ സ്മരണ 19ാമത്തെ എപ്പിസോഡാണ്. തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയ സുഹൃത്തുക്കൾ തീർച്ചയായും ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അറിയിക്കുന്നു. കോളിളക്കമാണ് ജയൻ്റെ അവസാന ചിത്രം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ജയൻ്റെ അവസാനത്തെ സ്റ്റേജ് പ്രോഗ്രാം നടന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല NSS കോളേജിലാണ്. ഇന്ന് ജയൻ സ്മരണയിൽ ആ പ്രോഗ്രാമുമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ സംഘാടകരിൽ പ്രധാനിയായിരുന്നു ജയൻ്റെ സഹോദരപുത്രൻ കണ്ണൻ നായരുടെ പ്രിയ സുഹൃത്തും അതുപോലെ മലയാള സിനിമയിൽ നിറം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസറായ അതുപോലെ അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ള മധുര നൊമ്പരക്കാറ്റ്, കൊട്ടാരത്തിൽ കുട്ടിഭൂതം എന്ന ചിത്രത്തിൻ്റെ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം തുടങ്ങി മുല്ലശ്ശേരി മാധവൻകുട്ടി, നോർത്ത് ബ്രിഡ്ജ്, മല്ലി എന്നീ 2 മറാഠി ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും അതുപോലെ ലൈഫ് ഓഫ് ജോസുകുട്ടിയുടെ കഥയും അതേപോലെ ഇനി റിലീസാകാനുള്ള വെള്ളാരം കുന്നിലെ വെള്ളിമീനുകൾ എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ കൂടിയാണ് ഇന്ന് ജയൻ സ്മരണയിൽ. സ്വാഗതം സാർ. ജയൻ സ്മരണ എന്ന പ്രോഗ്രാം കാണുന്ന മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ നമസ്കാരം. എന്നെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ യഥാർത്ഥ പേര് നന്ദകുമാർ എന്നാണ്. പക്ഷേ സിനിമയിൽ വന്നപ്പോഴാണ് നന്ദകുമാർ എന്നുള്ളത് മാറി കുമാർ നന്ദയായത്. ഞാൻ എൻ്റെ നാട് ചേർത്തലയാണ്. ചേർത്തല തെക്കേടത്തെന്ന് പറയും. ഞാൻ കഴിഞ്ഞ 10-15 വർഷക്കാലമായിട്ട് തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. കുടുംബത്തോടൊപ്പം തിരുവനന്തപുരത്ത് താമസിക്കുന്നു. എൻ്റെ ഭാര്യ പ്രജൂഷ നിരവധി സീരിയലുകളിലും കോമഡി സ്റ്റാറിലുമൊക്കെ അഭിനയിക്കുന്ന ഒരാളാണ് എൻ്റെ ഭാര്യ. പ്രജൂഷ എന്നാണ് അവരുടെ പേര്. കൂടാതെ എനിക്ക് 2 കുട്ടികളുണ്ട്. മൂത്ത കുട്ടി ഗൗരി നന്ദ, അവൾ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഇളയാൾ ഗൗതം നന്ദ, 3 വയസ്സായിട്ടുള്ളൂ. ഇതാണ് എൻ്റെ എൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. ജയൻ സ്മരണ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് സ്മരിക്കുക, ഓർമ്മിക്കുക, ഇതൊക്കെയാണ്. പക്ഷേ അദ്ദേഹത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ വാക്കിലോ അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് കൊണ്ടോ പറഞ്ഞു തീർക്കാവുന്ന ഒരു കാര്യങ്ങളല്ല അദ്ദേഹത്തെ പറ്റി പറയേണ്ടത്. ധാരാളം കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റി സംസാരിക്കാനുണ്ട്. എന്നെ സംബന്ധിച്ചോളം പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹവുമായിട്ട് വളരെ അടുത്തൊരു ബന്ധമുണ്ടായിരുന്നു. ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബവുമായിട്ടുള്ള ബന്ധം വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു റിലേഷൻ ഉണ്ടായിരുന്നു. അതല്ലാതെ തന്നെ അദ്ദേഹമായിട്ടുള്ള ബന്ധവും വളരെ സ്ട്രോങ് തന്നെയായിരുന്നു. സത്യമായി അദ്ദേഹത്തെ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത് ബേബി ചേട്ടാന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അത്ര നല്ലൊരു റിലേഷനായിരുന്നു. അദ്ദേഹത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചെറുപ്പകാലം വളരെ ചെറിയ കാലഘട്ടത്തിൽ പോലും അദ്ദേഹത്തെ ഞാൻ കാണാറുണ്ടായിരുന്നു. എൻ്റെ അച്ഛനും ഒത്ത് ഞങ്ങൾ എറണാകുളത്ത് പോകും. ഇദ്ദേഹം അവിടെ ഒരു ബൈക്കിൽ വരും. അന്നൊക്കെ എൻ്റെ കവളത്തൊക്കെ പിടിച്ച് പിളുന്തേ എന്നൊക്കെ വേണ്ടി ഇങ്ങനെയൊക്കെ സംസാരിക്കുമായിരുന്നു. അന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അന്നൊന്നും എനിക്കറിയാൻ പാടില്ല, അത്രമാത്രമൊന്നും അറിയാൻ പാടില്ല. ഇദ്ദേഹം ലോകപ്രശസ്തനായ, നമ്മുടെ ലോകപ്രശസ്തൻ എന്ന് തന്നെ വേണം പറയാനായിട്ട്, അത്ര പ്രശസ്തനായ ഒരു ചലച്ചിത്ര താരമായി മാറുമെന്നോ അങ്ങനെയാണെന്നോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു നല്ല റിലേഷനായിരുന്നു. അദ്ദേഹത്തിന് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരു നല്ല റിലേഷൻ എനിക്കുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത്ര ഒരു ലോകപ്രശസ്തനും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിരി, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡയലോഗ് പ്രസൻറ്റേഷൻ സിനിമയിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് സംസാരിച്ചത്. പലരും വിചാരിക്കുന്നുണ്ട് സിനിമയിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റൈല്, സംസാരം. ഒരിക്കലുമല്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാര ശൈലി, രീതി എന്ന് പറയുന്നത് തന്നെയാണത്. അദ്ദേഹത്തിൻ്റെ നടപ്പ്, ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. എന്തോ ഈശ്വരൻ്റെ മറ്റൊരു അവതാരം ആണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്ന് വെച്ചാൽ ചെറിയ പ്രായത്തിൽ തന്നെ 42ാമത്തെ വയസ്സിലെ അദ്ദേഹം നമ്മളെ വിട്ട് പോവുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഈ ഇത്രയും ആൾക്കാർ ഇദ്ദേഹത്തിൻ്റെ പിന്നാലെയും ഇദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു. അതൊക്കെ കൊണ്ടായിരിക്കാം ഈശ്വരന് പോലും അസൂയ തോന്നിക്കാണാം. എന്നെ ഇഷ്ടപ്പെടുന്നതിനേക്കാളും കൂടുതൽ ഈ ബേബിച്ചന്, ഈ ജയൻ എന്ന് പറയുന്ന വ്യക്തി ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കാം, ഒരുപക്ഷെ അസൂയ കൊണ്ടായിരിക്കാം അദ്ദേഹത്തെ നേരത്തെ തന്നെ ഇവിടുന്ന് കൊണ്ടുപോയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആർക്കാണ് അസൂയ തോന്നാത്തത്? എല്ലാവർക്കും അസൂയ ജനിപ്പിക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ രൂപഭംഗിയും ഒക്കെ തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞത് സത്യസന്ധമായൊരു കാര്യം തന്നെയാണ്. എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്. അദ്ദേഹത്തെ അതുകൊണ്ടായിരിക്കാം ഈശ്വരന് പോലും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പോലും വളരെയേറെ അസൂയ തോന്നിക്കുന്നൊരു മനുഷ്യൻ തന്നെയായിരുന്നു.
അദ്ദേഹം നമ്മുടെ ഹനുമാൻ സ്വാമിയെ പറ്റി പറയാറുണ്ട്, ചിരഞ്ജീവിയാണ്, ലോകാവസാനം വരെ അദ്ദേഹം ഉണ്ടാകുമെന്ന്. തീർച്ചയായിട്ടും ജയൻ എന്ന് പറയുന്ന ആ വ്യക്തി, അദ്ദേഹം മരിച്ചിട്ടില്ല, ഇപ്പോഴുമുണ്ട് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു സ്ഥാനം വച്ചിരിക്കുകയാണ്. ഈ സ്ഥാനം തന്നെ ലോകാവസാനം വരെ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. ചിരഞ്ജീവി തന്നെയാണ്. ഇത് ഈശ്വരൻ്റെ ഒരു കൃപ തന്നെയാണെന്നും എനിക്ക് പറയാൻ സാധിക്കും. അത്ര നല്ലൊരു വ്യക്തിയായിരുന്നു. നമ്മൾ ഇന്നും ഇപ്പോഴും നമ്മുടെ മനസ്സിൽ അദ്ദേഹത്തെ ആരാധിക്കുന്നതാണ്. അങ്ങനെ ഉള്ളൊരു ആളാണ് ജയൻ എന്ന് പറയുന്ന വ്യക്തി. ഏറ്റവും വളരെ വിഷമം തോന്നിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞു പോയതിൻ്റെ ആ ഒരു നിമിഷം തന്നെയാണ്. അദ്ദേഹത്തെ ഞാൻ അവസാനമായിട്ട് കാണുന്നത്, അന്ന് ഞാൻ NSS കോളേജ് ചേർത്തല NS കോളേജിൽ ഞാൻ പഠിച്ചിരുന്നത്. അവിടെ ഒരു ആർട്സ് ക്ലബ്ബ് ഇനാഗുറേഷന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കാനായിട്ട്. അപ്പം അവിടെ എല്ലാവർക്കും അറിയാം ഞാനും അദ്ദേഹം തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിൻ്റെ വെളിച്ചത്തിൽ എന്നെ കൂടെ കൂട്ടി കൊണ്ടുപോവുകയാണ് കോളേജ് ഫംഗ്ഷന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ചെല്ലുന്ന ഇവിടെ ഉദയ സ്റ്റുഡിയോയിൽ ചെല്ലുകയാണ്. അന്ന് പുള്ളി സഞ്ചാരി എന്ന് പറയുന്ന സിനിമയുടെ അതിൻ്റെ ഒരു ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അരിയുഴ് നരയ്ക്കുന്ന കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോൾ ആ കല്ലൊക്കെ അവിടെ ഇപ്പോഴും കിടപ്പുണ്ട്. ആ അരകല്ലും ആട്ടുകല്ലും ഒക്കെ ഇപ്പോഴും കിടപ്പുണ്ടെന്നുള്ളതാണ്. അത് ഒരാൾക്കൊന്നും പൊക്കാനൊന്നും പറ്റില്ല, ഉപയോഗിച്ചതിന് മാത്രമേ അത് എന്തെങ്കിലും മൂവ് വയ്ക്കാൻ പറ്റുള്ളൂ. അത്ര വലിയൊരു കല്ലാണ്. അതിനകത്ത് അരിയുഴ് നരയ്ക്കുന്ന ഒരു എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നെ കൊണ്ടുപോയത് അദ്ദേഹത്തെ കോളേജിലേക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു റിലേഷനുള്ള ഒരാൾ പോയി കഴിഞ്ഞാൽ അദ്ദേഹം പിന്നീട് ഒരു സൂപ്പർ സ്റ്റാർ ലെവലിൽ എത്തിക്കഴിഞ്ഞു, ഹരമായി മാറി ജനങ്ങളുടെ. അപ്പം അങ്ങനെ ചെന്നപ്പോഴേക്കും പുള്ളി ചോദിച്ചു, എന്താടാ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചെറിയ കാര്യമുണ്ടെന്ന്. എന്താണെന്ന് ചോദിച്ചു. അതിനിടയ്ക്ക് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ കാര്യം എന്താ. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞങ്ങളുടെ കോളേജിൽ ചെറിയ ഫംഗ്ഷനുണ്ട്. അപ്പോൾ ചേട്ടനെ, നിനക്ക് വേറൊന്നും ഇല്ലേ, നിന്നെ കോളേജ് വിട്ടത് ഇങ്ങനെ കറങ്ങി ഈ പരിപാടി നടത്താൻ വേണ്ടിയാണ്. പഠിച്ച് മിടുക്കനാണ്, അതിനാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, അല്ലാണ്ട് മറ്റു രീതിയിലൊന്നും നീ പോകരുത്. ഞാൻ അതല്ലേ ചേട്ടാ, ചേട്ടനെ അതിനകത്തൊന്ന് ഇൻവൈറ്റ് ചെയ്ത് ചേട്ടനെ കൊണ്ടുവന്നാലേ എനിക്കൊന്നും അവിടെ നിന്ന് ഷൈൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയാം. ആദ്യമൊക്കെ പുള്ളി എതിർത്തെങ്കിലും എൻ്റെ ഒക്കെ പറഞ്ഞു, ശരി, ഞാൻ പറഞ്ഞുകൊണ്ട് പുള്ളിക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരവസ്ഥയായി എന്നുള്ളതാണ്. എൻ്റെ ഒക്കെ നിനക്ക് എന്തെന്നാണ്, എന്തിൻ്റെ ഇതാണ്. ഞാൻ പറഞ്ഞു, ചേട്ടൻ വരണം ചേട്ടാ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും പറഞ്ഞു, ശരി, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഡേറ്റ് പ്ലാൻ ചെയ്ത് പറയാൻ പറഞ്ഞു. ശരി, ഞാൻ വരാം, പക്ഷേ എന്നെ ഉപദ്രവിക്കരുത്. അന്ന് ഷൂട്ടിങ് ലൊക്കേഷൻ പുറത്തൊക്കെ ആണെങ്കിൽ ആൾക്കാർ ഉപദ്രവിക്കും, പിടിച്ച് വലിച്ച് കീറി, അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം തന്നെയായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ ഉപദ്രവിക്കരുത്, എനിക്കിത് കഴിഞ്ഞ ഉടനെ അടുത്തൊരു പടം ഉണ്ട്, കോളിളക്കം, അങ്ങനെ എന്തൊരു പടമാണ് പറഞ്ഞത്. ഉടനെ പോവാണ്. എടാ, ഞാൻ ഈ മുഖം കൊണ്ടല്ലേ അഭിനയിച്ച് ഈ പിള്ളേർ പിടിച്ച് മാറ്റി കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നം ഉണ്ടാവും. ഞാൻ പറഞ്ഞു, ചേട്ടാ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, ഞങ്ങൾ വളരെ സൂക്ഷിച്ച് ചേട്ടനെ അവിടെ ഇറക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പുള്ളി സമ്മതിച്ചു. ശരി, വരാൻ പറഞ്ഞു. അതിൻ്റെ അടുത്ത ദിവസം ഇനാഗുറേഷൻ്റെ അന്ന് രാവിലെ ഞങ്ങളിവിടെ ചെല്ലുകയാണ്. അപ്പോഴും എൻ്റെ പറഞ്ഞു, കുറച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് പുള്ളി അകത്ത് പോയി എല്ലാം സെറ്റ് ചെയ്തൊക്കെ സ്റ്റൈലായിട്ടൊക്കെ വന്നു. അന്ന് ഒരു റോസ് കളറ്, ഒരു പിങ്ക് കളറ് ടീഷർട്ട്, ചന്ദന കളർ പാൻസ്, ഒരു ബ്രൗണിഷ് കളറ് ഷൂസ്, അതുപോലെ വാച്ച്, അതൊക്കെ തന്നെ അങ്ങനെയൊക്കെ ഉള്ള സെറ്റപ്പിൽ ടച്ചപ്പൊക്കെ ചെയ്ത് പുറത്തേക്ക് വന്നു. എന്നെ ചോദിച്ചു, എങ്ങനെ ഉണ്ടോ, ഓക്കെ ആണോ? ഞാൻ പറഞ്ഞു, സൂപ്പറായിട്ടുണ്ട്. മസിലൊക്കെ, എടാ രാവിലെ എക്സസൈസ് ചെയ്യണടാ, ഇങ്ങനെയൊന്നും അല്ല, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വ്യായാമം ചെയ്യണം, നീ വല്ലതും ചെയ്യാറുണ്ട് പിളിന്തായിരുന്നു. എൻ്റെ കയ്യെ പിടിച്ചൊക്കെ നോക്കി. ഞാൻ പറഞ്ഞു, ചേട്ടൻ്റെ ഭയങ്കര സെറ്റപ്പല്ലേ ചേട്ടാ. അങ്ങനെ വണ്ടിക്കകത്ത് കയറിയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് യാത്ര നടന്ന് ചേർത്തല ബസ് സ്റ്റാൻഡ് എടുത്തെത്തിയപ്പോഴത്തേക്കും ഞാൻ ബാക്ക് സീറ്റിലാണ് ഇരിക്കുന്നത്. അപ്പുറം ഇപ്പുറമൊക്കെ ഞാൻ നോക്കി. എന്ന് വെച്ചാൽ അന്ന് പ്രശസ്തനായ മനുഷ്യനല്ലേ, വലിയ ആളല്ലേ. ഞാൻ അപ്പുറം ഇപ്പുറമൊക്കെ നോക്കി. ഇങ്ങനെ നമ്മുടെ പരിചയക്കാരൊക്കെ ഇങ്ങനെ അങ്ങോട്ടും കൂടെ പോകുന്നുണ്ട്. ഇദ്ദേഹം എൻ്റെ അടുത്ത് ഇരിപ്പണമെന്ന് കാണിക്കാൻ വേണ്ടിയാണ് അങ്ങോട്ടും കൂടെ നോക്കിയിട്ട് ഒരു മനുഷ്യൻ നോക്കണമില്ല, ഒന്നുമില്ല. എനിക്കെന്നെ വിഷമം തോന്നി, ഇത്ര ഒരാളെ ഞാൻ കൊണ്ടുവരുമ്പോഴത്തേക്കും ആരും നോക്കുന്നില്ല എന്നൊക്കെയായി. അങ്ങനെ അവിടെ നിന്ന് പോകുന്ന കോളേജിൻ്റെ അടുത്തെത്തിയപ്പോഴത്തേക്കും പുള്ളി ആ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി. എങ്ങനെ ഓക്കെയാണ്? ഞാൻ കൃതാവ് ശരിയല്ലേ ചേട്ടാ. പോടാ, അന്നൊരു കൃതാവ് എനിക്ക് അത്ര ഒരു തൃപ്തികരമല്ലായിരുന്നു. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ കൃതാവ് ഈ ഇപ്പോഴത്തെ സ്റ്റൈലല്ലേ ചേട്ടാ എന്ന് പറയാം. അപ്പോൾ മുടിയൊക്കെ നോക്കി ഓക്കെയാണ്. പിള്ളേരൊക്കെ ഒത്തിരി ഉണ്ടാവൂടാ. ഞാൻ പിന്നെ ഭയങ്കര ബഹളമായിരിക്കുന്നു. അങ്ങനെ അവിടുന്ന് ഗ്ലാസ്സൊക്കെ കയറ്റിയിട്ട് വണ്ടി, അന്ന് AC കാറൊന്നും അല്ലായിരുന്നു സത്യം പറഞ്ഞാൽ, ഒരു അംബാസഡർ കാറായിരുന്നു. അവിടുന്ന് മുന്നോട്ട് ചെന്നതിന് ശേഷം കോളേജിൽ ഭയങ്കര തിരക്കും ബഹളമായി, വലിയ ബഹളങ്ങളോടെ ഞാൻ തന്നെ വല്ലാത്തൊരവസ്ഥയായി. പിന്നെ നമ്മുടെ പിള്ളേരെല്ലാം കൂടെ പുള്ളിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് അതിനകത്ത് കയറി. അന്ന് എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹത്തെ സ്റ്റേജിലേക്ക് കയറ്റി ഇരുന്നു. അന്ന് പ്രശസ്തനായ ഒരു സംവിധായകൻ്റെ, ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ മകൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പവറും ഇതെല്ലാം കണ്ടപ്പോൾ ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസൂയ കൊണ്ടായിരിക്കാം
അല്ലെങ്കിൽ കുശുമ്പ് തോന്നിയിട്ടായിരിക്കാം ഇങ്ങേര് വന്നപ്പോഴേക്കും ഭയങ്കര ഇളക്കും ബഹളങ്ങളുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ അതുകൊണ്ടായിരിക്കാം പ്രശസ്ത സംവിധായകൻ്റെ മകൻ ആയിരുന്നു. അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. നമ്മുടെ മുന്നിലിരിക്കുന്ന നമ്മുടെ ശക്തനായ ജയൻ, അദ്ദേഹത്തെക്കുറിച്ച് 2 വാക്ക് എനിക്ക് സംസാരിക്കണം. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ജയൻ എന്ന് പറയുന്ന വ്യക്തി സ്റ്റേജിലേക്ക് കയറിയപ്പോൾ ഉണ്ടായിരുന്ന ആരവം, അതൊക്കെ ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ലെന്നുള്ളതാണ്. ആ ഒരു ആരവമായിരുന്നില്ല ഈ സംവിധായകൻ്റെ മകൻ കയറി വന്നപ്പോൾ. അത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം, അസൂയയുടെയോ കുശുമ്പിൻ്റെയോ ഫലമായിട്ടായിരിക്കാം ജയനെപ്പറ്റി 2 വാക്ക് സംസാരിക്കാം. പക്ഷേ വളരെ നല്ല രീതിയിലാണ് ഇത് സംസാരിച്ചത്. നമ്മുടെ മുന്നിൽ കാണുന്ന ജയൻ എന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ ആരാധനാമൂർത്തി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തെ നമ്മളിപ്പോൾ കാണുന്നത് വളരെ ശാന്തശീലനായിട്ടുള്ള ആക്ഷൻ ഹീറോ ആയിട്ടുള്ള ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇദ്ദേഹം അഭിനയിച്ച് തുടങ്ങി ആ കാലഘട്ടത്തിലുള്ളത് പല സ്ത്രീകളെയും നശിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. ബലാത്സംഗം പറയുന്നത് തെറ്റാണ്, റേപ്പിംഗ് സീനൊക്കെ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഒത്തിരി പടങ്ങളിലൊക്കെ റേപ്പിംഗ് സീനൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ജയൻ ഒന്ന് ചരിഞ്ഞിരുന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും അദ്ദേഹം എങ്ങനെയായിരിക്കും ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മനോഹരമായ ആ ഒരു ചിരി മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ ശാന്ത സ്വഭാവത്തോടുകൂടിയുള്ള ഇരിപ്പും ചിരിയുമായിരുന്നു. എല്ലാം കഴിഞ്ഞ് സംസാരിച്ചു, അദ്ദേഹം ഇറങ്ങി. അതിനുശേഷം നമ്മുടെ പ്രശസ്തനായ സിനിമാ താരം ജയനെ വേദിയിലേക്ക് 2 വാക്ക് സംസാരിക്കുന്നതിനായിട്ട് ക്ഷണിച്ചു കൊള്ളുന്നത്. അദ്ദേഹം കയറി സംസാരിക്കാൻ തുടങ്ങി. ഈ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത്, എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു പ്രശസ്തനായ എൻ്റെ പല ചിത്രങ്ങളും നിരവധി ചിത്രങ്ങൾ സംവിധാനം ചെയ്ത സംവിധായകൻ്റെ മകൻ്റെ കൂടെ ഇങ്ങനൊരു ഫംഗ്ഷന് വരാൻ സാധിച്ചതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞു ഞാൻ പല സ്ത്രീകളെയും റേപ്പ് ചെയ്തു, മോശമായിട്ടൊക്കെ ചെയ്തു എന്ന്. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് ആ സമയങ്ങളിൽ ഈ ക്യാരക്ടർ എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ സംവിധായകനൊക്കെ പറഞ്ഞു, ഇതൊന്നും എനിക്ക് കാണിച്ചു തന്നാൽ അതുപോലെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നിരവധി ചിത്രങ്ങളിൽ ഈ പറഞ്ഞ സംവിധായകൻ റേപ്പ് ചെയ്യുന്നതാണ് ഞാൻ കണ്ടിരുന്നത്. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അദ്ദേഹം ചെയ്ത് കാണിച്ചതിൻ്റെ ഒരു അംശമായിട്ട് ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. അത്രമാത്രം പെർഫെക്ഷനോടെ എനിക്ക് അദ്ദേഹം ചെയ്ത ആ പെർഫെക്ഷൻ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്ക് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇത് അവിടെ മുഴുവൻ ആരവും കൂവലും ബഹളങ്ങളായി. ഇദ്ദേഹം അവസാനം കൈപൊക്കി സറണ്ടർ ചെയ്തതിൻ്റെ ഒരു അടയാളം എന്നുള്ള രീതിയിൽ അദ്ദേഹം കൈപൊക്കി എന്നുള്ളതാണ്. അങ്ങനൊരു ഭയങ്കര ഒരു ആരവവും ബഹളങ്ങളും ഒക്കെ നമ്മുടെ ആ ഏരിയയിൽ ഇവിടെ കോളേജിൻ്റെ വളപ്പിൽ ഉണ്ടാക്കി. എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി വളരെയേറെ എൻജോയ് ചെയ്തു എന്നുള്ളതാണ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഈ കൂവലും ബഹളം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അപ്പോഴും ജയൻ ചേട്ടാ സിന്ദാബാദ് ഒരു ബഹളമായി. എന്നാൽ ഇന്ന് വേണ്ട, ഇനിയൊരു അവസരത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വാക്കുകളൊക്കെ അവസാനിപ്പിച്ചു ഇറങ്ങി. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ വണ്ടിയിൽ തിരിച്ചു പോകുന്നു. എന്നെ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നാ പരിപാടി? ഞാൻ പറഞ്ഞു ചേട്ടാ സൂപ്പറായിരുന്നില്ലേ, എന്താണെങ്കിൽ ചേട്ടൻ മറ്റേയാക്കിയിട്ടൊരു പണി കൊടുത്തു എന്നുള്ളത് വളരെ സന്തോഷം. അങ്ങനെ അഹങ്കാരം കാണിക്കാൻ പറ്റുമോ? എടാ ഇത് എനിക്കങ്ങനെ സ്വഭാവമൊന്നും ഇല്ലാത്ത, പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്നപ്പം ആർക്കാണെങ്കിലും ചോര കളയ്ക്കാണ്ടിരിക്കുമോ? അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പുള്ളിക്ക് വിഷമം. എന്നിട്ടും പുള്ളി ചോദിച്ചാൽ വെച്ചാൽ എടാ ഞാനങ്ങനെ പറഞ്ഞൊരു പുള്ളിക്ക് വല്ല വിഷമം ഉണ്ടായോടാ എന്നൊക്കെ ചോദിച്ചു. ഞാൻ കുഴപ്പമില്ല. അപ്പം നമ്മളൊക്കെ ചേട്ടൻ്റെ കൂടെ അല്ലേ, ആ രീതിയിൽ ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി എന്നുള്ളതാണ്. അങ്ങനെ പുള്ളിക്ക് വിഷമം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഇങ്ങനെ പൊതുസഭയിൽ വെച്ച് ഇൻസൾട്ട് ചെയ്ത് ശരിയായോ എന്നുള്ളത് ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അത് എന്നൊക്കെ ചോദിക്കുകയും ചെയ്തു. എടാ അത് മോശമായി പോയോ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞു ചേട്ടൻ ഒരിക്കലും ചേട്ടനെ ഇത്രയും നിറഞ്ഞ സദസ്സിൽ വെച്ച് ചേട്ടനെ ഇൻസൾട്ട് ചെയ്യാമെന്ന് ചേട്ടൻ ഒരു ചെറിയൊരു വാക്കല്ലേ പറഞ്ഞുള്ളൂ, അതിനകത്ത് ഇത്ര പ്രശ്നം എന്താ? എങ്കിലും പുള്ളി ഭയങ്കര വിഷമം പോലെയൊക്കെ തോന്നി. പുള്ളിയുടെ ജീവിതത്തിൽ അങ്ങനെ ആരെയും ഇൻസൾട്ട് ചെയ്യാനോ എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു എനിക്ക് പറയാനുള്ളത്. വളരെ സ്നേഹമായിട്ടും അതായത് ദേഷ്യം എന്നൊരു ഭാവം അദ്ദേഹത്തിന് ഉണ്ടോ സിനിമയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ആ ദേഷ്യ ഭാവമൊക്കെ കാണുന്നത് അത് മാത്രമേ ഉള്ളൂ. അല്ലാതെയൊക്കെ വളരെ സോഫ്റ്റായിട്ടൊരു മനുഷ്യൻ തന്നെയായിരുന്നു അദ്ദേഹം. വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ചേട്ടാ അടുത്ത അടുത്ത് എനിക്കും എന്തെങ്കിലും ചിരിയെ അത് ഭയങ്കര കൗതുകമായി, ഭയങ്കര അട്രാക്ഷനല്ലേ പുള്ളിക്ക് കിട്ടുന്ന സ്വീകരണവും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമായിരുന്നപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു ചേട്ടാ സിനിമയിൽ എനിക്കും കൂടെ അഭിനയിച്ചേക്കൊള്ളാമെന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ വേഷങ്ങളൊക്കെ റെഡിയായത്. എന്നെ പറഞ്ഞു നീ പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, സിനിമയല്ല ജീവിതം. സിനിമ എന്ന് പറഞ്ഞാൽ ഒത്തിരി കടമ്പകൾ കടക്കണം, അതൊക്കെ ഭാഗ്യപരീക്ഷണമാണ്. അതുകൊണ്ട് ലൈഫിൽ ഭാഗ്യപരീക്ഷണത്തിനുള്ള സമയമില്ല. പഠിക്കണം, പഠിച്ച് മിടുക്കനാകുക. പിന്നെ നിൻ്റെ തലവിധി അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അതുവഴി പോകും.
അതിൻ്റെ പിന്നാലെ നടക്കരുത്, പിന്നാലെ നടന്ന് സമയം കളയരുത് എന്നെൻ്റെയൊക്കെ പറയാം. എന്താണെങ്കിലും അവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഏതാ പുതിയ പടം ഏതാണ് ചേട്ടാ? ഞാനിപ്പം 2 ദിവസം കഴിഞ്ഞ് ഇവിടുന്ന് പോകും, അത് കഴിഞ്ഞാൽ കോളിളക്കത്തിൻ്റെ സെറ്റിലേക്കാണ് പോണത്. എവിടെയാണെന്ന് ചോദിച്ചു. അത് മദ്രാസിലേക്കാണ് പോകണമെന്നും പറഞ്ഞു. അങ്ങനെ സന്തോഷകരമായിട്ടുള്ള യാത്രയപ്പും എല്ലാം കഴിഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് അങ്ങനെ അവിടുന്ന് പിരിയുന്നു. പിന്നീട് ഞാൻ ചേർത്തലയിലുള്ള തിയേറ്ററിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുക. ഏതാണ്ട് ഒരു 7 ദിവസമായിട്ടുള്ളൂ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജയൻ്റെ തന്നെ സിനിമയായിരുന്നു. പെട്ടെന്ന് സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പം പെട്ടെന്നൊരു ഇത് എഴുതി കാണിക്കുകയാണ്, നമ്മുടെ പ്രശസ്ത സിനിമാ താരം ജയൻ അപകടത്തിൽ മരണപ്പെട്ടു. സഹിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അവിടെ തിയേറ്ററിൽ ഒന്നാമത് ഹൗസ്ഫുള്ളെല്ലാവരും നിന്നൊക്കെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അവിടെ ഭയങ്കര മൊത്തം കരച്ചിലും ബഹളങ്ങളും വല്ലാത്തൊരവസ്ഥയായി എന്നുള്ളതാണ്. അന്ന് കേരളം മുഴുവൻ നിശ്ചലമായി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ പോലുള്ളൊരു താരാരാധന അല്ലായിരുന്നു അന്ന്. ആ കാലഘട്ടത്തിൽ താരാരാധന എന്ന് വെച്ചാൽ ദൈവത്തെ പോലെ കാണുന്നൊരു കാലഘട്ടമായിരുന്നു അന്ന്. എനിക്ക് തോന്നുന്നത് മലയാളികളെല്ലാം തന്നെ വളരെയേറെ വിഷമിച്ചു, എല്ലാ ആൾക്കാരും വിഷമിച്ചു എന്നുള്ളതാണ്. എനിക്കും ഇന്നും ഞാൻ സത്യം പറഞ്ഞാൽ ആ 7 or 8 ദിവസങ്ങൾ മാത്രം കഴിഞ്ഞ് അദ്ദേഹം നമ്മളെ വിട്ട് വിട പറഞ്ഞ് പോവുകയാണ്. സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അന്ന് സഹിച്ചില്ല എന്നുള്ളതാണ്. അന്ന് ഉണ്ടായ അതേ മനസ്സിൻ്റെ അവസ്ഥ തന്നെയാണ് ഇന്നും. അദ്ദേഹത്തിൻ്റെ സിനിമ ഇടയ്ക്ക് TV കാണുക, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ, ഇതൊക്കെ നമ്മൾ എന്നും ആലോചിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാം മനസ്സിൽ, മലയാളികളുടെ മനസ്സിൽ നിന്നും ജയൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ രൂപവും ഭാവവും അദ്ദേഹത്തെക്കുറിച്ചും ഓർക്കാത്ത ദിവസം കൊണ്ടാവില്ല, മനസ്സിൽ നിന്നും മാറുകയില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിക്കുന്നത്. എങ്ങനെ പറയാൻ സാധിക്കും അദ്ദേഹം മരിച്ചു എന്നുള്ളത്? നോ, നെവർ. അദ്ദേഹം മരിച്ചിട്ടില്ല, ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ്. സന്തോഷമായിട്ട് പറയാൻ പറ്റും, ഇന്നും ജീവിച്ചിരിക്കുകയാണ്. ഏതൊരു വ്യക്തിയും ഇതേപോലെ ജീവിക്കും. നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിട്ടുള്ള പല വലിയ വലിയ വ്യക്തികളുണ്ട്. ഇതുപോലെ ഒരു വ്യക്തി ഇനി ഈ ഭൂമുഖത്ത് ജീവിക്കാൻ പോകുന്നില്ല. ഇത് ലോകാവസാനം വരെ അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത്രയ്ക്കും നല്ലൊരു വ്യക്തി ഈ ജയൻ എന്ന് പറയുന്നൊരു വ്യക്തി. ചെറുപ്പം മുതലേ എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്നു, കുടുംബമായിട്ടുള്ളൊരു അടുപ്പം ഉണ്ടായിരുന്നതുകൊണ്ടും അദ്ദേഹത്തിനെ ഒരു സൂപ്പർ സ്റ്റാറായിട്ട് അന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്ന് വെച്ചാൽ മിക്കവാറും കാണുന്നതാണ്. അങ്ങനെയുള്ളൊരു റിലേഷനായിരുന്നു. പക്ഷേ ആ ഒരു റിലേഷനിൽ അദ്ദേഹത്തെ ഞാൻ വലുതായിട്ട് കണ്ടില്ല എങ്കിലും മറ്റുള്ളവരുടെ, നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരുടെ അദ്ദേഹത്തിനുള്ള താല്പര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കാണുമ്പോഴാണ് നമുക്ക് അദ്ദേഹം നിസ്സാരക്കാരല്ല, ഒരു വലിയ മനുഷ്യനാണെന്ന് മനസ്സിലായത് മറ്റുള്ള ആൾക്കാരുടെ നിന്നും അറിയാൻ സാധിക്കുകയും. അതുപോലെ തന്നെ എൻ്റെ ചെറുപ്പകാലത്ത് പിന്നീട് ഞാൻ സിനിമയിലൊക്കെ തിയേറ്ററിലൊക്കെ ചെല്ലുമ്പോൾ ടിക്കറ്റ് വാങ്ങിടുന്നല്ലോ, അതുപോലെ പുള്ളിയുടെ ഒരു ഹരമായി മാറി എന്നുള്ളതാണ്. പുള്ളിയുടെ മൂവ്മെൻറ്റ്സ്, പുള്ളിയുടെ ആക്ഷൻ ഹീറോ. ഇന്ന് കാണുന്ന, എനിക്ക് തുറന്നു പറയാനുള്ളത് വെച്ചാൽ അദ്ദേഹത്തെ പോലൊരു വ്യക്തി മലയാള സിനിമയിൽ ഇനി ജനിക്കാൻ പോകുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും പറയണം. സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സൂപ്പർ സ്റ്റാർ ജയൻ തന്നെ അല്ലേ എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഉള്ള ആൾക്കാരെ ഒന്നും കുറ്റം പറയുന്നൊന്നുമല്ല, പക്ഷേ എങ്കിലും ഇപ്പോഴും ഹരമാണ് ജയൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന് എല്ലാവർക്കും ഹരം തന്നെയാണ്. ഇന്നും ജയനെപ്പോലൊരു വ്യക്തിയെ വെച്ചൊരു പടം പുറത്തിറങ്ങിയാൽ തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലുള്ള മലയാളികൾ അത് ആ സിനിമ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത്ര വലിയൊരു മനുഷ്യൻ തന്നെയാണ് ജയൻ എന്ന് പറയുന്നത്.